എല്ലാ അഭ്യൂഹങ്ങളും അവസാനിച്ചു. ഇനി സത്യം മാത്രമാണ് ഉള്ളത്. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേരും എന്ന കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ്. പത്മജ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്ത് ന്യൂസ് 18 കേരളം പുറത്തുവിട്ട വാർത്ത സത്യമായി മാറിയിരിക്കുകയാണ്. പത്മജ വേണുഗോപാൽ ഇനി ബി.ജെ.പിക്കാരി. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ഞെട്ടലിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ. പലരും ആദ്യം എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് ഈ വാർത്ത സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിന് പിന്നാലെ പത്മജ വേണുഗോപാലിനെ അധിക്ഷേപിച്ചുകൊണ്ടാണ് എല്ലാ കോൺഗ്രസ് നേതാക്കളും പ്രതികരിച്ചത്. അതിലേറ്റവും പ്രധാനം സഹോദരൻ കൂടിയായ കെ മുരളീധരനാണ്. വടകരയിൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന, ഇനി പ്രഖ്യാപനം മാത്രം ബാക്കിയുള്ള കെ മുരളീധരൻ അവിടെ ഒരു വലിയ തിരിച്ചടി ഉണ്ടാവുമോ എന്നുള്ള ഒരു സംശയം കൂടി ഇപ്പോൾ ഉണ്ട്. കാരണം പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് പോകുന്നത്, ബി.ജെ.പിയെ അതിശക്തമായി നേരിടുന്നത് ഞങ്ങളാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോഴാണ്. ലീഡർ കെ കരുണാകരന്റെ മകൾ ബി.ജെ.പി നേതൃത്വവുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു എന്ന് ന്യൂസ് 18 കേരളം പുറത്തുവിട്ടപ്പോൾ ആദ്യം കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് കള്ളവാർത്തയാണെന്നും ബി.ജെ.പിയിലേക്ക് ആളുകളെ കൂട്ടുവാനുള്ള പണിയാണ് ന്യൂസ് 18 കേരളം എടുത്തതെന്നുമായിരുന്നു. പക്ഷേ ഇത് പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ വാർത്ത സത്യമാണെന്ന് പത്മജ വേണുഗോപാൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതോടുകൂടി മനസ്സിലാവുകയായിരുന്നു. പിന്നീട് കണ്ടത് പെട്ടെന്നുള്ള ഡെവലപ്മെന്റുകളാണ്. പത്മജ വേണുഗോപാൽ ഒടുവിൽ എപ്പോഴാണ് ബി.ജെ.പിയിൽ ചേരുന്നത് എന്ന കാര്യവും ഇന്ന് രാവിലെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വൈകിട്ട് 5 മണിക്കാണ് ഡൽഹിയിൽ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേരാൻ പോകുന്നത്. ഇതേക്കുറിച്ച് വിവിധ നേതാക്കൾ എങ്ങനെ പ്രതികരിച്ചുവെന്ന് ആദ്യം നോക്കാം. കെ മുരളീധരന്റെ പത്മജയുടെ പ്രതികരണം ആദ്യം തന്നെ കേൾക്കാം. പത്മജ ടെലിഫോണിൽ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. പത്മജയുടെ പ്രതികരണത്തിലേക്ക് ആദ്യം. അവര് പറഞ്ഞു എനിക്ക് അത് തന്നു ഇത് തന്നു. അവര് തരും. അവര് ഈ അസംബ്ലിയും പാർലമെന്റും എനിക്ക് തന്നത് ഇടതുപക്ഷ വേവുള്ള സമയത്താണ്. കാരണം 20 പേരിൽ 19 പേരും തോറ്റു, 3 പേര് അല്ലെ. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം ഭരണം കിട്ടാത്ത സമയം. എന്നാലും ഞാൻ ജയിച്ചേനെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അവസാനത്തെ. പക്ഷെ ഞാൻ നോക്കിയപ്പോ ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാരാണ് എന്നെ തോൽപ്പിച്ചത്. അത് ഓപ്പറേറ്റ് ചെയ്തത് കോൺഗ്രസിൽ തന്നെ ഒരു പ്രമുഖനാണ് ഈ പറഞ്ഞ മാതിരി. അതറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്കിനി പാർട്ടിയിൽ നിൽക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ പിന്നെ പറഞ്ഞു എനിക്ക് അച്ഛനെ മന്ദിരം പണിയാന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രലോഭിപ്പിച്ച് നിർത്തിയതാ സത്യം. അതായിരുന്നു എന്റെ വീക്ക്നെസ് അച്ഛന്റെ കാര്യത്തില്. പക്ഷെ ഇപ്പൊ 3 കൊല്ലം ആയപ്പോ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോ ഒന്നും നടക്കില്ല. മനസ്സിലായ? അപ്പൊ ഞാൻ ആദ്യം സത്യം പറഞ്ഞ അതിന്ന് രാജിവെക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്, അച്ഛന്റെ ട്രസ്റ്റിന്ന്. ഞാൻ എന്റെ പാർട്ടിയിൽ നിന്ന് ഞാൻ കുറച്ച് നാളായിട്ട് മാനസികമായിട്ട് അകന്ന് നിൽക്കുകയായിരുന്നു. പക്ഷെ എന്നാലും പാർട്ടി പരിപാടികൾക്കൊക്കെ അത്യാവശ്യം പോകുന്നല്ലാണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് ആക്റ്റീവ് ആയിരുന്നില്ല. പിന്നെ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നിരുന്നു കഴിഞ്ഞ ഒരു 1.5 കൊല്ലമായിട്ട്. ഹോസ്പിറ്റലും ഇതുമായിട്ട് ഇപ്പൊ 6 മാസമായിട്ടുള്ളൂ ഞാനത് പുറത്തിറങ്ങി തുടങ്ങിയിട്ട്. ഇതെല്ലാം അറിയുന്ന എന്റെ സഹോദരൻ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. വർക്ക് ഫ്രം ഹോം എന്ന്. ഞാൻ കിടപ്പിലായിരുന്നു എന്ന് എനിക്ക് കുറച്ചാൾ നടക്കാൻ പറ്റിയിരുന്നില്ല എന്ന് വരെ അറിയുന്ന ആളാണ് അല്ലെ. അപ്പൊ രാഷ്ട്രീയത്തിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെയൊന്നും പറയരുത് സ്വന്തം പെങ്ങളെ പറ്റിയിട്ട്. ബാക്കി എന്താ പറഞ്ഞോട്ടെ, അതൊക്കെ ആളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കണ്ടിട്ടല്ല, എനിക്ക് മനസ്സമാനായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു ഇടം അത്ര മാത്രമേ ഉള്ളൂ. ഇതില് ഒരാവശ്യങ്ങളും ഇല്ല എനിക്ക്. ഇന്നാണ് പറഞ്ഞ സമയം പറഞ്ഞിട്ടില്ല അവര്. സമയം പറഞ്ഞിട്ടില്ല എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. ഇന്ന് ബി.ജെ.പിയിൽ ചേരുമെന്നാണ്. ബി.ജെ.പി നേതാക്കളുടെ തിരക്ക് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും പത്മജ വേണുഗോപാൽ എപ്പോഴാണ് ബി.ജെ.പി അംഗത്വം ഡൽഹിയിൽ സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ അവസാനമായിട്ടൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. വൈകിട്ട് 5 മണിക്ക് ആണ് ബി.ജെ.പി അംഗത്വം സ്വീകരിക്കുക എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരം. അതിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷേ അതിലൊന്നും കാര്യമില്ല. പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് ചേക്കേറുകയാണ്. ഇക്കാര്യം പത്മജ വേണുഗോപാൽ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മുകുന്ദപുരത്തെ തന്റെ തോൽവി ഇടതുപക്ഷത്തിന്റെ ഒരു തരംഗത്തിനിടയ്ക്കാണ് സംഭവിച്ചത്. അതുപോലെ തന്നെ 2016-ലും 2021-ലും തൃശൂരിൽ നിയമസഭയിലേക്ക് തോറ്റതിനെയും പത്മജ വേണുഗോപാൽ ന്യായീകരിക്കുകയാണ്. അതുമാത്രമല്ല, തന്നെ കാലുവാരി തോൽപ്പിച്ചു തൃശൂരിൽ എന്ന കാര്യം ആവർത്തിക്കുകയാണ് പത്മജ വേണുഗോപാൽ. ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പോകുവാനുള്ള കാരണമായി പത്മജ വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ കരുണാകരൻ സ്മാരക മന്ദിരത്തോടുള്ള അവഗണന ഇതും തന്റെ ചുവടുമാറ്റത്തിന് കാരണമായിട്ടുണ്ട് എന്ന് പത്മജ പറയുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി പത്മജ വേണുഗോപാൽ ഇതേക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ പ്രകടമായി വന്നിരിക്കുകയാണ്. പത്മജ വേണുഗോപാൽ അങ്ങനെ
കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോവുകയാണ്. ഏറ്റവും അധികം ഈ വിഷയത്തിൽ പ്രതികരണം പത്മജ വേണുഗോപാലിനെതിരെ നടത്തിയത് കെ മുരളീധരനാണ്. കെ മുരളീധരൻ ഒരു ഞെട്ടലുണ്ടാക്കുന്ന രീതിയിലായിരുന്നു ആദ്യം പ്രതികരണം വന്നത്. ഇനി ഒരു സഹോദര ബന്ധം പോലും ഇല്ല പത്മജയോട് എന്ന കാര്യമാണ് കെ മുരളീധരൻ പറയുന്നത്. അതുപോലെ തന്നെ നേരത്തെ പത്മജ സൂചിപ്പിച്ചതുപോലെ വർക്കറ്റ് ഹോമിലായിരുന്നു പത്മജ വേണുഗോപാൽ. കിട്ടാവുന്ന എല്ലാ പദവികളും പത്മജ വേണുഗോപാലിന് കോൺഗ്രസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു തീരുമാനമാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി പത്മജയ്ക്ക് മുന്തിയ പരിഗണനയാണ് എല്ലാ കാലത്തും കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയ പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി. അവനവൻ്റെ ആഗ്രഹങ്ങൾ അതിലേറെ വളർന്നു കഴിഞ്ഞാൽ വർക്കറ്റ് ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സീറ്റ് കൊടുത്ത ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ പത്മജയെ എടുത്തുകൊണ്ട് കാൽ കാശിൻ്റെ ഗുണം BJP-ക്ക് കേരളത്തിലുണ്ടാവില്ല. ഈ ചതിക്ക് ശക്തമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ തന്നെ ഞങ്ങൾ പകരം ചോദിക്കും. അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. കാരണം വർഗീയ കക്ഷിയുടെ കൂടെ പോയതുകൊണ്ട് അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിരിക്കും. പാർട്ടിയെ ഒരു ഘട്ടത്തിൽ ചതിച്ചവരുമായിട്ട് അത് സഹോദരിയാണെങ്കിൽ ഇനിയൊരു കോംപ്രമൈസ് ഇല്ല. പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകുമെന്നുള്ള കാര്യം പത്മജ പറയുന്നതിന് മുൻപ് തന്നെ പത്മജയുടെ ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞിരുന്നു. മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചിരുന്നു. അദ്ദേഹം ന്യൂസ് 18 കേരളവുമായിട്ട് സംസാരിച്ചു. ഡോക്ടർ വേണുഗോപാലിന്റെ വാക്കുകളിലേക്ക്. ഒരു BJP തലൊരു പോകണമെന്നുള്ള യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ പൊളിറ്റിക്സ് മാറ്റി വീട്ടിൽ സുഖമായിട്ടിരിക്കുക. നീണ്ട കാലത്തോളം അങ്ങനെ ജീവിക്കുന്നതിന് ഈ സ്റ്റേജ് ചെയ്യാൻ പോകുന്നത്. കൂടെ നിൽക്കുന്ന ആൾക്കാർ പലപ്പോഴും പലപ്പോഴും ചതിച്ചിട്ടുണ്ട്. തൃശ്ശൂരത്തെ എസ്പെഷ്യലി 2 ഇലക്ഷൻ അത് കൃത്യമായിട്ട് ആരെ ചെയ്തെന്ന് അറിയായിരുന്നു. അവരെ പറ്റി പരാതി കൊടുത്തിട്ടോ ഒരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല. അന്നോട് തുടങ്ങിയ വിഷമങ്ങളാണ്. പിന്നെ KBCയുടെ പുനഃസംഘടനയ്ക്ക് വരുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് ആളെ പിടിച്ച് എക്സിക്യൂട്ടീവിലേക്ക് തരം താത്തി. അന്നൊന്നും പ്രതികരിക്കാൻ പറ്റില്ല. നമ്മുടെ കോൺഗ്രസ് പാർട്ടിയല്ലേ, അച്ഛൻ വളർത്തിക്കൊണ്ട പാർട്ടിയല്ല എന്ന് വെച്ചിട്ടൊന്നും പ്രതികരിക്കാറില്ല. പിന്നെ വല്ലാതെ പ്രയാസമല്ല. ഇപ്പോൾ പരാതി കൊടുത്തു നോക്കി, അതിന് യാതൊരു ഇതും കിട്ടിയില്ല. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. അത് എനിക്ക് പേരിൽ എനിക്കറിയില്ല. ഡൽഹിയിൽ തന്നെയാണ് വന്നത്. ഡൽഹി ആൾക്കാർ ലോക്കലായിട്ട് ആരുമല്ല. കേരളത്തിലെ BJP-ക്കാർ ആരും പലപ്പോഴും കോൺടാക്ട് ചെയ്തിട്ടില്ല. ഡൽഹിയിൽ തന്നെ വന്നാണ് ചോദിച്ചത്. ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഈ ഇവിടെ ഉള്ള സമയത്താണ് അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവുക. ഞാൻ പൊളിറ്റിക്സിൽ ഒട്ടും ആക്റ്റീവ് അല്ല. ഇവിടെ എത്രയോ 2-3 കൊല്ലം മുമ്പായിട്ട് തന്നെ ഓഫർ വന്ന, കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഓഫർ വന്നാണ്. അന്ന് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഒരു കാരണവശാലും കോൺഗ്രസ് വിട്ടു വന്ന ഇതുണ്ടാവില്ല. പിന്നെ നമുക്കൊരു സപ്പോർട്ട് കിട്ടാതാവുക, അങ്ങനെയുള്ള സമയത്ത് വളരെ സങ്കടങ്ങളുണ്ടായിരുന്നു. 2021 കാലുവാരി തോൽപ്പിച്ചത് ഇതാണ് പ്രധാന കാരണമായി പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകുന്നതിന് പറയുന്നത്. അത് ഡോക്ടർ വേണുഗോപാലും ഇക്കാര്യം തന്നെ പറയുകയാണ്. പരാതി കൊടുത്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല എന്നാണ് ഡോക്ടർ വേണുഗോപാൽ പറയുന്നത്. മുൻപും ഓഫർ ഉണ്ടായിരുന്നു BJP-യിൽ നിന്ന്. അത് 2021 തെരഞ്ഞെടുപ്പിന് മുൻപ് വന്നതാണ്. പക്ഷേ അന്ന് സ്വീകരിച്ചില്ല. പക്ഷേ ഇപ്പോൾ സ്വീകരിക്കാൻ നിർബന്ധിതയായി പത്മജ വേണുഗോപാൽ എന്നാണ് ഡോക്ടർ വേണുഗോപാൽ പറയുന്നത്. ശക്തമായ വിമർശനമാണ് പത്മജ വേണുഗോപാലിനെതിരെ കോൺഗ്രസിലെ യുവ നേതാക്കൾ ഉന്നയിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു വലിയ സമരം, യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒരു വലിയ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമയത്താണ് പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകുന്നു എന്ന വാർത്ത കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞത്. അപ്പോൾ തന്നെ പത്മജ വേണുഗോപാലിനെതിരെ അധിക്ഷേപ രീതിയിലുള്ള പരാമർശങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തിയത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. ജെബി മേത്തർ MP പ്രതികരിച്ചു. ബിന്ദു കൃഷ്ണയും ഈ വിഷയത്തിൽ പത്മജ വേണുഗോപാലിനെതിരെ പ്രതികരിച്ചു. ഇവരുടെ വാക്കുകളിലേക്ക്.